നമുക്കറിയാം, തെലങ്കാനയുടെ വിഭജനത്തിന് മുമ്പ് ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് ഭരിച്ചിരുന്നു. YS രാജശേഖര റെഡ്ഡി എന്ന ശക്തനായ നേതാവിന്റെ കീഴിൽ കോൺഗ്രസിന് വലിയ ജയം തുടരെ ഉണ്ടായിരുന്നു. TDPയെ എതിർക്കാനും TDPയുടെ മാസ്മരിക ശക്തിയെ ഭേദിക്കാനുമുള്ള കഴിവ് അന്ന് YSRനുണ്ടായിരുന്നു. അതേ ശക്തി ഇപ്പോൾ കോൺഗ്രസിനുണ്ടോ എന്ന വലിയ ചോദ്യം ചോദിച്ചാൽ, ഇപ്പോൾ കോൺഗ്രസിന്റെ എതിർപാളയത്തിൽ നിൽക്കുന്നത് തെലങ്കാനയിൽ BRSഉം ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസ് പാർട്ടിയുമാണ്. ആന്ധ്രയിൽ ജഗൻമോഹന്റെ കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാക്കാൻ തന്നെയാണ് കോൺഗ്രസ് ശർമ്മിളയെ വിളിച്ചത്. അതുപോലെ തന്നെ രേവന്ത് റെഡ്ഡിക്ക് കൊടുത്ത ജോലി അദ്ദേഹം ഭംഗിയായി ചെയ്യുകയും ചെയ്തു. ഇപ്പോഴിതാ മേഡക് ജില്ലയിൽ നിന്നുള്ള BRS MLAമാർ കോൺഗ്രസിനെ സമീപിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അംഗത്വം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടാണോ എന്ന ചോദ്യത്തിന് താൽക്കാലികമായി ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ അടിസ്ഥാനപരമായി BRS വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ BRS കൂപ്പുകുത്തുകയായിരുന്നു. BRSന്റെ നേതാവായ ചന്ദ്രശേഖർ റാവു ശരിക്കും അടപടലം ഇളകിപ്പോയി. അതായത് റാവുവിന്റെ ഏറ്റവും കരുത്തുറ്റ മേഖല എന്നത് മേടക്കാണ്. ആ മേടക്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു വോട്ട് ചോർച്ച BRSനുണ്ടായതും ഭൂരിപക്ഷം കുറഞ്ഞതുമൊക്കെ അദ്ദേഹത്തിനെ അസ്വസ്ഥമാക്കി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17 ലോക്സഭാ സീറ്റുകളുള്ള തെലങ്കാനയിൽ ഒരെണ്ണം പോലും BRSന് കിട്ടുമെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ ദയനീയമായ പരാജയം, അതിൻ്റെ ആഘാതം വർദ്ധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് നല്ല പോലെ അറിയാം. മാത്രമല്ല, രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി സ്ഥാനത്ത് കയറി ഇരുന്നത് മുതൽ ഓരോ അഴിമതിക്കഥകളുടെയും അന്വേഷണം കൃത്യമായി, വ്യക്തമായി, സുതാര്യമായി ജനങ്ങളുടെ സമക്ഷം സമർപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ്. എല്ലാ അന്വേഷണവും ചെന്നെത്തി നിൽക്കുന്നത് അഴിമതി നിറഞ്ഞ ചന്ദ്രശേഖർ റാവുവിന്റെ ഭരണ സർക്കാരിന്റെ സംവിധാനത്തോടാണ്. ഒരു കുടുംബം ആധിപത്യത്തോടെ തെലങ്കാനയെ വെളുപ്പിക്കാൻ നോക്കിയതിന്റെ കഥയാണ്, നാറിയ കഥയാണ് പുറത്തു വരുന്നത്. അതോടുകൂടി ചന്ദ്രശേഖർ റാവു പല രീതിയിൽ നാടകം കളിച്ച് ആശുപത്രിയിൽ വയ്യ എന്ന രീതിയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ഉണ്ടാകാം. ഒരുപക്ഷെ എപ്പോൾ വേണമെങ്കിലും ക്രൈംബ്രാഞ്ചിന്റെ അറസ്റ്റോടെ ചന്ദ്രബാബു നായിഡുവിനെ പോലെ ജയിലിലാകാം താനും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് അദ്ദേഹം. രാഷ്ട്രീയപരമായി പകപോക്കലാണിത് എന്നൊക്കെ പറയുമെങ്കിലും ജനസമക്ഷമാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. രേവന്ത് റെഡ്ഡിയോട് അടുപ്പമുള്ള BRSലെ ചില MLAമാർ അദ്ദേഹത്തിന്റെ കൂടെ കൂടാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തുകയാണ്.